വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് എൻ്റെ കയ്യിലുള്ളതൊരു ബൈക്കല്ല, ഒരു മോപ്പറ്റാണ്. ഹോണ്ട ഗ്രാസിയ BS6 സ്പോർട്സ് എഡിഷൻ ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. BS6 ഗ്രാസിയയും ഈ ഗ്രാസിയയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ പെയിൻറ്റ് സ്കീം തന്നെയാണ്. ഈ സ്പോർട്സ് എഡിഷൻ 2 കളർ സ്കീമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഈ കളർ കോമ്പോയും വൈറ്റും റെഡോട് വരുന്നൊരു കോമ്പോയാണ് ഉള്ളത്. ഈ ഒരു മോഡലിൻ്റെ പേര് പേൾ നൈറ്റ് സ്റ്റാർ ബ്ലാക്ക് എന്നാണ്. പിന്നുള്ളത് സ്പോർട്സ് റെഡ് എന്ന് പറയുന്നൊരു മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഗ്രാസിയ BS6ഉം ഈ സ്പോർട്സ് എഡിഷനും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ പെയിൻറ്റ് സ്കീമും, പിന്നെ ഈ വണ്ടിക്ക് സ്റ്റാൻഡേർഡായിട്ട് ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട്. ഈ വണ്ടി റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. 2 ദിവസമായിട്ട് ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടൊന്നും ഇത് വിചാരിക്കേണ്ട. ആയത് തന്നെ ഈ വണ്ടിയുടെ ലുക്സിൻ്റെ കാര്യം പറയുന്ന ഒരു രക്ഷയില്ല. ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പോയിൽ നല്ല ഭംഗിയുണ്ട് ഈ വണ്ടി കാണാൻ. പേഴ്സണലി ഞാനൊരു റെഡ് ആൻഡ് ബ്ലാക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ്. ആ കളറോട് ആയപ്പോഴത്തേക്ക് എനിക്ക് വണ്ടി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വിൻഷീൽഡ് വരുന്നുണ്ട്, പിന്നെ അതിന് താഴെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഒരു സ്പ്ലിറ്റ് DRL വരുന്നുണ്ട്. ഒരു സ്മോക്ക് ചെയ്ത എഫക്റ്റിലാണ് വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഹെഡ്ലൈറ്റും LED ആണ്. ഇതുകൊണ്ട് എത്ര യൂസ്ഫുള്ളിറ്റി ഉണ്ടെന്ന് നോക്കിയാൽ എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടൊന്നും തോന്നിയില്ല. ഈ ഒരു മോപ്പറ്റ് സെക്ഷനിലെല്ലാം ഇപ്പോൾ LED വരുന്നുണ്ട്. സത്യത്തിൽ ഒരു യൂസും ഇല്ല. ഇന്നലെ ഞാൻ ഈ വണ്ടി നൈറ്റ് യൂസ് ചെയ്തു. എനിക്ക് അത്ര നല്ല വിസിബിലിറ്റി ഒന്നും കിട്ടുന്നത്. ഈ ഒരു ലൈറ്റ് കൊണ്ട് യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എതിരെ വരുന്ന ആളുടെ കണ്ണിലേക്ക് അടിക്കാന്നല്ലാതെ ഒരു യൂസും ഇല്ല. ചെറിയ പോക്കറ്റ് റോഡിലൊക്കെ കയറുവാണെങ്കിൽ അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ടെന്നേ പറയുള്ളൂ. ഒരു മെയിൻ റോഡിൽ അല്ലെങ്കിൽ ഒരു ഹൈവേയിൽ അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ ഈ ഹെഡ്ലൈറ്റ് കൊണ്ട് ഒരു യൂസും ഇല്ല. ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അത്രയേ ഉള്ളൂ. ഈ വണ്ടിയിൽ എനിക്ക് ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ഈ ലൈറ്റ് തന്നെയാണ്. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷൻ ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ ഒരു 12 ഇഞ്ച് വീലും വരുന്നുണ്ട് ഫ്രണ്ടിൽ. ബാക്കിൽ ഒരു 10 ഇഞ്ച് വീല് വരുന്നത്. ഈ ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷനും പിന്നെ ഒരു 12 ഇഞ്ച് വീലും ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കംഫർട്ട് കിട്ടുന്നുണ്ട്. ബമ്പി ആയിട്ടുള്ള റോഡിലൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംഫർട്ട് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു 190 വരുന്നുണ്ട്. നോർമൽ ഗ്രാസി വെച്ച് നോക്കുമ്പം ഇതിന് സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഡിസ്ക് ഉണ്ട്. സ്പോർട്സ് എഡിഷന് നോർമൽ BS6 വരുവാണെങ്കിൽ അതിൽ ഓപ്ഷനിലാണ് ഡിസ്ക്. ഇതിൽ സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ബാക്കി പിന്നെ 130 mm ഒരു ഡ്രം ബ്രേക്കാണ് വരുന്നത്. പിന്നെ ബാക്കിലത്തെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഹൈഡ്രോളിക് സസ്പെൻഷന് ബാക്കി വരുന്നത്. സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഗ്രാസിയ എന്നുള്ള ഈ ലോഗോ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കി നോക്കുകയാണെങ്കിൽ ടെയിൽ സെക്ഷൻ ഒന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ടെയിൽ ലൈറ്റൊക്കെ സ്പ്ലിറ്റ് ആയിട്ടുള്ള രീതിയിലാണ്. പിന്നെ ഇവിടെ ഒരു കാർബൺ ഫൈബറിൻ്റെ ഒരു ഫിനിഷും വരുന്നുണ്ട്. ഇപ്പോൾ വരുന്ന വണ്ടിക്കുള്ള ഉള്ളതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ വൈഡായിട്ടുള്ളൊരു സീറ്റ്. ഇപ്പം ഒത്തിരി സൈസുള്ള 2 പേരാണെങ്കിലും നല്ല രീതിയിൽ കംഫർട്ടായിട്ട് തന്നെ പോകാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട് ഈ സീറ്റിന്. പില്ലിന് വേണ്ടി എത്തനെയാണെങ്കിൽ ഫുഡ് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പം DOയിലൊന്നും കാണുന്ന പോലെ ഇവിടെ തന്നെ അല്ലേ, ഫുഡ് ബാക്ക് ഇവിടെ തന്നെ സൈഡിൽ തന്നെ വരുന്നുണ്ട്. അത് നല്ലൊരു ഇതാണ്. ഗ്രാബ് റെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു ഗ്രാബ് റെയിൽ വരുന്നത്. നല്ലൊരു സ്പോർട്ട് ലുക്ക് വരുന്ന ഒരു ഗ്രാബ് റെയിലോ ബാക്കിൽ വരുന്നത്. ഇതിൻ്റെ ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് ആക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഒരു ഹാഫ് ഫേസ് അല്ലെങ്കിൽ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 124cc എഞ്ചിനെ വണ്ടിക്ക് വരുന്നത്. 6000 RPM 8.14 bhp പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 5000 RPM ഒരു 10.3 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വലിയ സ്പെക്കായിട്ട് പറയാനൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഈ വണ്ടിയിൽ വിത്ത് പില്യൺ ഒരു 80-85 ഒക്കെ ക്രൂസ് ചെയ്തു. നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഹോണ്ടയുടെ റിഫൈൻമെൻറ്റ് നല്ല രീതിയിൽ എഞ്ചിന് കിട്ടുന്നുണ്ട്. എനിക്ക് വണ്ടി പക്കാ സ്മൂത്ത് ആയിരുന്നു. ഒരു വൈബ്രേഷൻ എനിക്ക് എങ്ങൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നല്ലൊരു റൈഡ് ഫീൽ തന്നെ എനിക്ക് വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ മീറ്റർ കൺസോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ ഈ വണ്ടിക്ക് വരുന്നത്. ആവറേജ് ഫ്യൂൽ കൺസംഷൻ, ഡിസ്റ്റൻസ് ടു empty, ഫ്യൂൽ റേഞ്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ മീറ്റർ കൺസോളിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു നെഗറ്റീവ് ബാക്ക് സൈഡ് പോലത്തെ ഒരു സ്പീഡോമീറ്റർ ആണ് വരുന്നത്. ഇവിടെ RPM കാണിക്കുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഉണ്ട്. മീൻസ് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി ഇൻ കേസ് സൈഡ് സ്റ്റാൻഡ് ആണെങ്കിൽ വണ്ടി തന്നെ ഓഫ് ആവുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു എക്കണോമിയുടെ ഒരു 3 ലൈറ്റ് വരുന്നുണ്ട്. ഈ 3 ലൈറ്റും കത്തി കിടക്കുവാണെങ്കിൽ അത്യാവശ്യം എക്കണോമിക്കലായിട്ട് നിങ്ങൾക്ക് ഓടിക്കാനാണ് ഹോണ്ട ക്ലെയിം ചെയ്യുന്നത്, മീൻസ് മൈലേജിൽ. പിന്നെ സ്വിച്ചസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൈ ബീം, ലോ ബീം, പാസ്, ഇൻഡിക്കേറ്റർ, ഹോൺ, പിന്നെ സെൽഫ്, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഈ ഫീച്ചർ എന്താണെന്ന് ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇവിടെ ഫ്യൂൽ ക്യാപ്പ് ഓപ്പൺ ചെയ്യാനുള്ളൊരു സ്വിച്ചാണ്. പിന്നെ ഒരു സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ളതും. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഡാഷ് ബോക്സ് വരുന്നുണ്ട്. ഒരു ഗ്ലൗ ബോക്സ് പോലെ വരുന്നുണ്ട്. വേണമെങ്കിൽ അത്യാവശ്യം നിങ്ങളുടെ ഫോണൊക്കെ ഇതിനകത്ത് വെക്കാം. വണ്ടി എവിടെയും പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആരെങ്കിലും സാധനം അടിച്ചുകൊണ്ട് വളരെ എളുപ്പമായിരിക്കും. ഇതിന് ലോക്കിംഗ് സിസ്റ്റം ഒന്നുമില്ല, ജസ്റ്റ് ഒരു പുഷ് ബട്ടൺ ടൈപ്പാണ്. ഇത്രയൊക്കെയുള്ള വണ്ടിയിൽ ഫീച്ചേഴ്സായിട്ട് പറയാൻ. ഇനി അടുത്ത് ഈ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചർ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഈ വണ്ടിക്ക് ഒരു സൈലൻസ് സ്റ്റാർട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടിക്ക് ഈ ഒരു ഫീച്ചർ വരുന്നുണ്ട്. നല്ല രസമുള്ളൊരു ഫീച്ചറാണിത്. ഇപ്പം ഞാനിത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം കാണിച്ചു തരാം. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു ട്രാഫിക്ക് വല്ലതും ഇങ്ങനെ സിഗ്നലിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിപ്പോയി വണ്ടി.
ഇപ്പോൾ വണ്ടി ഓഫായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വണ്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ആക്സിലേറ്റർ തിരിച്ചാൽ വണ്ടി പിന്നെ സ്റ്റാർട്ടാകും. അപ്പോൾ അതാണ് ആ ഒരു ഫീച്ചർ. ഈ വണ്ടിയുടെ ബ്രേക്കിങ്ങും വണ്ടിയുടെ പെർഫോമൻസ് ഒന്ന് കാണിച്ചു തരാം. ഇത്രയൊക്കെ ഉള്ളൂ ഈ വണ്ടിയെ പറ്റി എനിക്ക് പറയാൻ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വണ്ടിയായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ and ride safe. Yeah, my life is lovely now, I'm focused on me. You said you were about to die, I guess the car is on E. But see, I ain't even tripping, cause I just chose to believe that somebody gon' come around and give me just what I need.